ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ജാനുവരി മുതൽ നവംബർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് സെക്രട്ടേറിയറ്റ് OA, അതായത് 10th പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, LGS എക്സാം എഴുതുന്നവർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്നത്തേൽ നോക്കാൻ പോകുന്നത്, അതും ഈ വർഷത്തെ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. മോർ ആൻഡ് മോർ വീഡിയോസ് നമ്മൾ 10th പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ LGS, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്കമിങ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത്, കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി 2024 നിയമിതനായത് N കൃഷ്ണകുമാറാണ്. 2024 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ, അതായത് VISLൻ്റെ CEO ആയി നിയമിതനായത് ശ്രീകുമാർ K നായരാണ്. 2024 പത്മവിഭൂഷൺ ലഭിച്ച വൈജയന്തിമാല ബാലി ഏത് മേഖലയിലുള്ള വ്യക്തിയാണ്? കല എന്ന മേഖലയിലുള്ള വ്യക്തിയാണ്. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസായി ആചരിക്കുന്ന വർഷം 2024. 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ സംവരണമില്ലാത്ത സീറ്റിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിതയാണ് പ്രിയങ്ക ജാക്കിഹോളി, ചിക്കോടി മണ്ഡലം, കർണാടക. 2024 രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. 2024 പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 2024 ജൂണിൽ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ് നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവും. 2024 200ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 കൂടി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ. 18ാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രിയാണ് ജിതൻ റാം മാഞ്ചി. അദ്ദേഹം മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. 18ാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി K റാം മോഹൻ നായിഡു ആണ്. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7 ആണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ഉത്സവം. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. 2024 ജനുവരി 1-ന് റിക്ടർ സ്കെയിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം നടന്ന രാജ്യം ജപ്പാനാണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിൻ്റെ വേദിയായ കേരളത്തിലെ സർവകലാശാല കുഫോസ് ആണ്. 50ാമത് G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലെ അപ്പൂലിയയിൽ ആണ്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗറായിരുന്നു. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176-ആണ്. 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം എസ്റ്റോണിയയാണ്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കാൻ ഉള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിയാണ് നവോത്ഥാൻ. 2024 ജൂലൈയിൽ പുറത്തുവിട്ട കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 കേരളത്തിൽ ഏറ്റവും മലിനമായ നദി കല്ലായിയാണ്, കോഴിക്കോട് ജില്ലയിലെ കല്ലായി നദി. തോക്കില്ല ഞാൻ എന്നത് ആരുടെ പുസ്തകമാണ്? ടിക്കാറാം മീണയുടേതാണ്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 24 ജൂൺ 2024-ലാണ്. 2024 ആഗോള ലിംഗ സമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. 2024 ജൂണിൽ ലോക സാമ്പത്തിക ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 63-ആണ്. 2024 ഏപ്രിലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരനാണ് C രാധാകൃഷ്ണൻ. 2024 ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിൻ്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതയായത് ഷൈനി വിൽസൺ ആണ്. 2024 ജൂണിൽ NSO പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ, അതായത് 2023-24 വർഷത്തെ ആകെ GDP നിരക്ക് 8.2%-ആണ്. 2024 ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. 2024 ജൂണിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി നിയമിതനായത് മോഹൻ ചരൺ മാഞ്ചി. 2024 അന്തരിച്ച കേരളത്തിൻ്റെ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന വ്യക്തി TK ചാത്തുണ്ണി. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന ബുക്ക് എഴുതിയത് അമിതാഭ് കാന്താണ്.
2024 സെപ്റ്റംബറിൽ UN കർമ്മസേനാ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്ഥാപനമാണ് നിപ്മർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം. 2024 UN ജൈവ വൈവിധ്യ ഉച്ചകോടി COP16 വേദി കാലിയാണ്, കൊളംബിയയിലെ. 2024 ജൂണിൽ 3-ാം തവണയും വിജയകരമായ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയ പുഷ്പക് വാഹനത്തിൻ്റെ മിഷൻ ഡയറക്ടർ J. മുത്തുപാണ്ഡ്യയാണ്. അപ്പോൾ നമ്മൾ 40 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ഈ ഒരു സെറ്റിൽ നോക്കിയിട്ടുണ്ട്. അടുത്ത സെറ്റിൽ നമ്മൾ കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ഇതേ ജനുവരി മുതൽ നവംബർ വരെയുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.